സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മറ്റ് 9 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനാണ് സാധ്യത. മേഘന മുരളി തിരുവനന്തപുരത്തു നിന്നും, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും, അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്നും, വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്നും, അരുൺ പാറക്കൽ കാസർഗോഡ് നിന്നും ചേരുകയാണ്. ആദ്യം മേഘന മുരളിയിലേക്ക് പോകുന്നു. മേഘന, ശക്തമായ മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. 9 ജില്ലകളിൽ റെഡ് അലേർട്ടും നൽകിയിട്ടുണ്ട്. ഇന്ന് ഓറഞ്ച് അലേർട്ടുള്ള മറ്റ് ജില്ലകൾ ഏതൊക്കെയാണ്? പ്രധാനമായും വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം? പ്രവിധാൻ, റീജിത്ത്, ഇതിൽ പ്രധാനമായും കാലവർഷം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ശക്തമായ മഴ പെയ്യുമ്പോഴുള്ള ജാഗ്രതാ നിർദ്ദേശം അടക്കം ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതിൽ ഇന്നു മുതൽ കേരളത്തിൽ അങ്ങോട്ടേക്ക് വ്യാപകമായിട്ടുള്ള മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് അതിതീവ്ര മഴയ്ക്ക് വടക്കൻ ജില്ലകളിൽ കൂടുതലായും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തവണ കാലവർഷത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ശരാശരിയേക്കാളും കൂടുതൽ മഴ കേരളത്തിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വടക്കൻ ജില്ലകളിലായിരുന്നു കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത്തവണയും വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ കുറച്ചധികം കൂടുതൽ പെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ഒരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രിയുടനീളം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നാശനഷ്ട കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കൂടാതെ അധികം നാശനഷ്ടം ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ കടലിൽ പോകുന്നതിലടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ വരെ, ചിലപ്പോൾ 65 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണം. കടലിൽ പോകുന്നതിന് പൂർണ്ണ വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ, ഈ കാലവർഷ കാലത്ത് സഞ്ചരിക്കുന്നവർ, അങ്ങനെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം, ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത, ഇതൊക്കെ കണക്കിലെടുത്ത് ഈ കാലവർഷക്കാലത്ത് പരമാവധി അപകടം ഒഴിവാക്കാനുള്ള സാധ്യതകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകുന്നത്. അതുപോലെ തന്നെ നാളെ 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വ്യാപകമായി സംസ്ഥാനത്തുടനീളം അതിതീവ്ര മഴ പെയ്യാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇനി വരുന്ന ഒരു സെപ്റ്റംബർ വരെയുള്ള മാസം എന്ന് പറയുന്നത് അതിതീവ്ര മഴ തന്നെ പ്രതീക്ഷിക്കണം. അതുമായി ബന്ധപ്പെട്ട് എല്ലാ ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ നൽകുന്നു. ഈ വർഷം ശരാശരിയേക്കാൾ കൂടുതൽ പൊതുവായി കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അങ്ങനെയാണ്. മേഘന, ഈ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പ്രത്യേകം എടുത്താൽ എന്താണ് സാഹചര്യം? ഇന്നലെ രാത്രി ശക്തമായ മഴ തുടരുന്ന നിലയുണ്ടായിരുന്നു. പലയിടത്തും അതിനു മുമ്പുള്ള മണിക്കൂറുകളിലൊക്കെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് തിരുവനന്തപുരം നഗരത്തിലെ ഉൾപ്പെടെ മഴയുടെ സ്വഭാവം, മേഘന? മിനിയാന്ന് മുതൽ ഇവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല കൂടിയാണ് തിരുവനന്തപുരം. ഇവിടെ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ ഇന്നലെ മുതൽ മിനിയാന്ന് പെയ്ത അത്ര ശക്തിയിൽ ഇന്നലെ മഴ പെയ്തിട്ടില്ല. പക്ഷേ രാത്രി ഉടനീളം ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വരും മണിക്കൂറുകളിലും ഇവിടെ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നഷ്ടക്കണക്കും പുറത്തു വരുന്നുണ്ട്. അതിൽ ഇന്നലെ തന്നെ കോടികളുടെ നഷ്ടം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ. അതിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, അത് ഏക്കർ കണക്കിന് കൃഷിസ്ഥലം നശിച്ചതും വീടുകൾ ഭാഗികമായി നശിച്ച റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ്. അങ്ങനെ കൂടുതൽ കണക്കുകൾ പുറത്തു വരാനുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൽ കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിലും വേഗതയിൽ അത് 45 കിലോമീറ്റർ, മണിക്കൂറിൽ 45 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് തിരുവനന്തപുരം ജില്ലയിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ തീരദേശത്തിലുള്ളവർ, മലയോര മേഖലയിൽ താമസിക്കുന്നവർ, ഇവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴ വിട്ടു നിൽക്കുകയാണ്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.